ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കരുണേനെ കൂട്ടാനായിട്ട് ഉണ്ണി വന്നിട്ടുണ്ട്. ഉണ്ണിയുടെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കരുണേനെ വിട്ടയക്കാണ് മുത്തശ്ശനും പ്രതാപനും ഒക്കെ. അങ്ങനെ അവർ പോകുന്ന സമയത്ത് മോഹിനി എന്ത് ചെയ്തിട്ടുണ്ട്, അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പം മോഹിനിയോട് മുത്തശ്ശി പറയുന്നുണ്ട്, ദേ ഒരുത്തി ഇത് അമ്പലത്തിൽ തന്നെയാണ്, അവളും അവളുടെ മകളും. എല്ലാ ദൈവങ്ങളും എന്താ ഇവരുടെ അടുത്താണ്, ഇവർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ, ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കിയാണ് എല്ലാ ദൈവങ്ങളും ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മോഹിനി എന്ത് ചെയ്യുന്നുണ്ട്, കരുണേനോട് ചോദിക്കുന്നുണ്ട്, മോളെന്താ തിരിച്ചു പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ നിന്റെ മകളെ പേടിച്ചിട്ട് ഇവിടെ തന്നെ ജീവിക്കാനാണോ? എൻ്റെ മകളെ അങ്ങനെയൊന്നുമില്ല, അവൾക്ക് ആരെയും പേടിയില്ല. അവൾ എന്തായാലും എന്ത് ഈ പ്രാവശ്യം പോലും നിന്റെ മകളെ അവിടെ നിന്ന് ഇറക്കും. പിന്നെന്തേ നിന്റെ മകനും മകളും ഒക്കെ എന്താ തെരുവിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ മോഹിനൊന്നും തിരിച്ച് പറയുന്നില്ല. കാരണം ഇവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമാണെന്ന് മോഹിനിക്ക് തോന്നുന്നില്ല. കാരണം എത്രയൊക്കെ കാലമായിട്ട് മോഹിനി പറഞ്ഞിട്ടൊന്നും കരുണ എന്ത് ചെയ്തിട്ട് ഒന്നും അനുസരിച്ചിട്ട് പോവാൻ നേരത്ത് മോഹിനി കരുണയോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കുക, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് കരുതി സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ഇനി എന്തായാലും കുഞ്ഞിനെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അതാലോചിച്ച് നല്ലതുപോലെ മുന്നോട്ടേക്ക് ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, കരുണ മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ കരുണ നേരെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാ ദേഷ്യങ്ങളും വാശികളും വൈരാഗ്യങ്ങളും ഒക്കെ ഇരട്ടിയാക്കിയിട്ട് മഹാലക്ഷ്മിനെ എങ്ങനെ ഇത് ഇല്ലാതാക്കാനുള്ള കൊടും പ്ലാനുകളൊക്കെ തയ്യാറാക്കാനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. മഹാലക്ഷ്മിയും കണ്ണനാണെങ്കിൽ കരുണേനെ കണ്ടതോടെ കുറച്ചൊരു സന്തോഷത്തോടെയൊക്കെയാണ് ഉള്ളത്. അവളുടെ വിഷമങ്ങളൊക്കെ മാറി അവൾ തിരിച്ച് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്നൊരു തോന്നലാണ് അവരുടെ മനസ്സിലുള്ളത്. ദുർഗയാണെങ്കിൽ നേരെ തന്നെ കരുണേൻ്റെ അടുത്തേക്ക് പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ മോള് വിഷമിക്കണ്ട, മോളെ നമുക്ക് ഇവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയിട്ട് മോക്ക് എന്താ നല്ലതുപോലെ ഇവിടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് കരുണേനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കരുണ നേരെ മഹാലക്ഷ്മിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുറേ ഡയലോഗുകൾ പറയുന്നുണ്ട്. നീ കാരണം എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്, നീ ഒരാൾ കാരണം, നിനക്കില്ലാത്ത മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ നിൻ്റെ സങ്കടവും നിൻ്റെ ദേഷ്യവും കാരണം എൻ്റെ കുഞ്ഞിപ്പം നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങൾ കാരണമല്ല, നീ കാരണം, നീ എന്ത് ചെയ്തു, ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. ആ ഒരു സാധനം ദൈവത്തിൻ്റെ എന്തോ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങളിന്ന് മാറി നിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിൻ്റെ കുഞ്ഞിനെ കൊല്ലണം, നിന്നെ കൊല്ലണം ഒന്നും ശ്രമിച്ചിട്ടില്ല, ഞങ്ങൾക്കാർക്കും നിൻ്റെ ഒരു മനസ്സില്ല എന്നൊക്കെ ഇങ്ങനെ കരുണേനോട് തിരിച്ച് പറയുന്നുണ്ട്. മഹാലക്ഷ്മിനെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ 5 വയസ്സ് മുതൽ തുടങ്ങിയതാണ് നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും നിൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ എന്നോടുള്ള ക്രൂരത. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ വെറുക്കുന്നത്, എന്നെ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് തിരിച്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇതിൻ്റെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യത്തിന് മുമ്പിലാണെങ്കിൽ കരുണയ്ക്ക് ഒന്നും പറയാനൊന്നും മിണ്ടാനും പറ്റുന്നില്ല. കരുണ നേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ണീനെയും കുട്ടീനെ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഇവരുടെ അമ്മായി കടന്നു വരുന്നുണ്ട്. അമ്മായി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, മേഘാതന ഈ ഒരു ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കണം, മേഘാതൻ്റെ ഈ ഒരു കേസ് എന്ത് കള്ളക്കേസാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മേഘാതന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ മകനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്രിമിനലായിട്ടാണ് വളർത്തിയിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഭവിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മേഘാതൻ മഞ്ജുവിനോടും കണ്ണനോടും മഹാലക്ഷ്മിനോടും ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ എണ്ണി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ തരുന്നവരേക്കും ബൈ.